ഓണമുറ്റത്ത് എന്ന കവിതയാണ് നാം പഠിച്ചുകൊണ്ടിരുന്നത്. കുറച്ച് ഭാഗം കൂടെയാണ് ആ കവിത ഇനി പഠിക്കാനുള്ളത്. മലയാളവും മലയാളിയും ഓണത്തപ്പനെ വരവേൽക്കാനായി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് പാഠത്തിൻ്റെ ആദ്യ ഭാഗത്ത് നാം കാണുന്നത്. പിള്ളേര് നേരം വെളുത്ത് എഴുന്നേറ്റ് പല്ല് തേപ്പില്ല, കുളിയില്ല, മുഖം കഴുകലില്ല, കയറിയിരിക്കും. ഇപ്പം എല്ലാം മ്യൂട്ടല്ലയോ, മ്യൂട്ടും വീഡിയോ ഓഫുമാണ്. ആഹാ, അങ്ങനെ കട്ടിലിൽ അങ്ങനെ കിടന്നിട്ടാണ് മലയാളം ക്ലാസ്. കാരണം ഇങ്ങനെ കേട്ടാൽ മതിയല്ലോ, ഉറങ്ങിയാലും ടീച്ചർ അറിയില്ലല്ലോ. ഞാൻ പറയുമെങ്കിലും കലാട്ടെ. മലയാള തറവാടിനങ്കണ മണിപീഠത്തിൽ, മലയാള തറവാടിന്റെ മുമ്പിലുള്ള മണിപീഠം രത്നസിംഹാസനത്തിൽ മഹാബലി മനനെ ഇരുത്താൻ കവി ആവശ്യപ്പെടുന്നു. അതിന്റെ കാരണമാണ് നല്ല അതിഥി നമുക്കിനി ആരിതുപോലെ. ഒരുമയും ശാന്തിയും സമത്വവും സമൃദ്ധിയും സമഭാവനയും മലയാളിക്ക് സമ്മാനിച്ച മഹാരാജാവാണ് കടന്നു വരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മലയാള തറവാടിന്റെ മുൻപിലുള്ള മണിപീഠത്തിൽ ഇരുത്തുവാൻ ആവശ്യപ്പെടുന്നത്. മലയാളവും മലയാളിയും ഉള്ളിടത്തോളം കാലം ഓണമെന്ന സങ്കല്പവും ഉണ്ടാകും. ഇനി കവി എവിടെ ഇരിക്കണം? കവി സ്വയം അടയാളപ്പെടുത്തുന്നു. താൻ ആരാണ്? കവി എന്ന നിലയിൽ തൻ്റെ ഉദ്ദേശ്യം എന്താണ്? മലയാള സാഹിത്യത്തിൽ തനിക്കുള്ള സ്ഥാനം എന്താണ്? ഇതെല്ലാം കവി അടയാളപ്പെടുന്നു. പഴയ ഒരു പുള്ളുവനായിട്ടാണ് കവി സങ്കല്പിച്ചിരിക്കുന്നത്. നാടിൻ്റെ സമൃദ്ധിക്ക് വേണ്ടി പാടുന്ന പുള്ളുവൻ. പണ്ടൊക്കെ ചിങ്ങമാസം പിറക്കുമ്പോൾ പുള്ളുവന്മാർ വരും. ഓണക്കാലത്ത് പുള്ളുവൻ വരും. പുള്ളുവനും പുള്ളുവത്തിയും, പുള്ളുവന്റെ കയ്യിൽ വീണയും കുടവും ഉണ്ടാകും, പുള്ളുവത്തിയുടെ കയ്യിൽ കുടവും ഉണ്ടാകും. അവർ പാടുന്നത് വീടിൻ്റെയും നാടിൻ്റെയും സമൃദ്ധിക്ക് വേണ്ടിയാണ്. കണ്ണേർ തട്ടാതിരിക്കുവാൻ വേണ്ടി അവർ പാടും. കണ്ണേർ നാവേർ ദോഷങ്ങൾ അകന്നു പോകാൻ. ഇതൊക്കെ പഴയ കാലത്തെ വിശ്വാസങ്ങളാണ്. കേരളീയ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഈ വിശ്വാസങ്ങളെല്ലാം. കേരളീയ സംസ്കാരത്തിന്റെ സവിശേഷതകൾ ഇന്ന് പുള്ളുവന്മാരില്ല. സവിശേഷതകൾ നഷ്ടപ്പെട്ടു പോകുന്നതിൽ കവിക്ക് ദുഃഖമുണ്ട്. അങ്ങനെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി അവർ പാട്ടുപാടും. അവർ പാടുന്നത് നാഗോൽപത്തി കഥയാണ്. അതൊക്കെ കഴിഞ്ഞ ദിവസം മിസ് പറഞ്ഞു. നാഗങ്ങൾ ഉണ്ടായ കഥ, പാമ്പുകൾ ഉണ്ടായ കഥ. അങ്ങനെ സർപ്പദോഷത്തിൽ നിന്നും നാവേറിൽ നിന്നും കണ്ണേറിൽ നിന്നും നമ്മുടെ നാടിനെ സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് പുള്ളുവൻ പാടുന്നത്. അങ്ങനെ പാടുന്ന പുള്ളുവനാണ് താൻ എന്ന് കവി സ്വയം പഴയൊരു പുള്ളുവനാണല്ലോ ഞാൻ, പായും കുടയും നെയ്യും പിന്നെ പല കൈവേലകൾ ചെയ്ത്. തൻ്റെ ജോലി എന്താണ് എന്ന് അദ്ദേഹം പറയുന്നു. പഴയ ഒരു പുള്ളുവനാണ് ഞാൻ എന്ന് പറഞ്ഞാൽ കേരള പഴമയും സംസ്കാരവും കവി നെഞ്ചിൽ കൊണ്ടു നടക്കുന്നു. ഇനി ആ കവി, പുള്ളുവനായ കവി സ്വയം അടയാളപ്പെടുത്തിയിരിക്കുന്ന പുള്ളുവനായിട്ടാണ്. അയാൾ എന്ത് ചെയ്യുന്നു? അയാൾ വളരെ ലളിതമായി കൃഷിയുമായി ബന്ധപ്പെട്ട് പണ്ടത്തെ മലയാളിയുടെ ഏറ്റവും വലിയ ജീവിതോപാധി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിക്കാനുള്ള മാർഗമെന്ന് പറയുന്നത് കൃഷിയായിരുന്നു. അപ്പോൾ മഴക്കാലം വളരെ പ്രശസ്തമാണ് കേരളത്തിൻ്റെ. ആ മഴക്കാലത്തേക്ക് വേണ്ടി പായും കുടയും നെയ്യും. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നെയ്യുന്നത്? സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. സാഹിത്യത്തിന് ഒരു ധർമ്മമുണ്ട്. മലയാളം പഠിപ്പിക്കാൻ തുടങ്ങി അന്ന് മുതൽ മിസ് പറയുന്നതാണ്, സാഹിത്യത്തിന് ഒരു ധർമ്മമുണ്ട്. എന്താണ് ആ ധർമ്മം? സമൂഹത്തിന് വേണ്ടി പാടുക, സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടി പാടുക, അവരുടെ വേദനകളെ കുറിച്ച് പാടുക, അവർ അനുഭവിക്കുന്ന ചൂഷണത്തിനെതിരെ ശബ്ദമുയർത്തുക. അതുകൊണ്ടാണ് കവി സ്വയം പുള്ളുവനായി സങ്കല്പിക്കുന്നത്. പായും കുടയും നെയ്യുകയും പുഞ്ച കൊയ്ത് കറ്റമെതിക്കുന്ന ഗ്രാമീണ പെൺകൊടിമാരുടെ കഠിനാധ്വാനത്തിന്റെ, ആയാസത്തിന്റെ, ബുദ്ധിമുട്ടിന്റെ വിഷമം, അതിൻ്റെ ആയാസം മറക്കുവാൻ വേണ്ടി അവർക്ക് വേണ്ടി കൊച്ചു നാടൻ പാട്ടുകൾ, മലയാളിക്ക് നാടൻ പാട്ടുകളുണ്ട്, പാടും. ആർക്ക് വേണ്ടി അപ്പോൾ കവി പാടണം? ആർക്ക് വേണ്ടിയാണ് കവി പാടേണ്ടത്? കവി പാടേണ്ടത് സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടിയാണ്. പാടവരമ്പത്തിരുന്നു കൊണ്ട് കറ്റമെതിക്കുന്ന പെൺകടിമാരുടെ കാലുകൾ നർത്തന കലവികൾ
നൃത്ത ചുവടുകൾ, നർത്തന കലവികൾ. പാഠപുസ്തകം നോക്കോളൂ. അപ്പോൾ അധ്വാനം ആഹ്ലാദമായി തീരണം. അധ്വാനം ആഹ്ലാദമായി തീരണം. ആർക്ക്? സാധാരണക്കാരായ മനുഷ്യർക്ക്. അപ്പോൾ സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടി പാടുന്നവനാണ് കവി. ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ, പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ. ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ, പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ. കവി പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ. കവി സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടി പാടുന്നവനായിരിക്കണം. സാധാരണക്കാരനായ കവി. വൈലോപ്പള്ളി അത് തന്നെ, വയലാർ പറഞ്ഞത് തന്നെ വൈലോപ്പള്ളി അടയാളപ്പെടുത്തുന്നു. ആർക്ക് വേണ്ടി പാടണം? സാധാരണക്കാരായ കർഷക പെൺകൊടിമാർക്ക് വേണ്ടി. അവർ പണിയെടുക്കുമ്പോൾ അവരുടെ ആയാസം കുറയ്ക്കുവാൻ വേണ്ടി, അധ്വാനം ആഹ്ലാദമാക്കി മാറ്റുവാൻ വേണ്ടി. കേൾക്കുന്നുണ്ടല്ലോ? അധ്വാനം ആഹ്ലാദമാക്കി മാറ്റുവാൻ വേണ്ടി പാടവരമ്പത്തിരുന്ന് പാടുന്നവനാണ് ഞാൻ. ഞാനൊരു പുള്ളുവനാണ്. പാഠപുസ്തകം തുറന്നോളൂ കുട്ടികളെ. പേജ് നമ്പർ 35. ആ പാഠഭാഗത്തിന് താഴേക്ക് നോക്കണം. അവിടെ ഇത് ഏത് കാവ്യ സമാഹാരത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നോക്കിയേക്കണം. ഇതൊക്കെ വിട, ഇതൊക്കെ പരീക്ഷയ്ക്ക് വരുന്നതാ. വിട എന്നാണ് ആ കാവ്യ സമാഹാരത്തിന്റെ പേര് കുട്ടികളെ. ഇനി ഞാൻ അങ്ങനെ പാടും, നോക്കോട്ടോ. പുഞ്ചകൾ കൊയ്യും കാലം കറ്റമെതിച്ചു കിതയ്ക്കും. കണ്ടോ കുട്ടികളെ? ഇടയ്ക്കുന്നാണ്. പുഞ്ചകൾ കൊയ്യും കാലം കറ്റമെതിച്ചു കിതയ്ക്കും, ഗ്രാമ പെൺകൊടിമാരുടെ കരളുകൾ തുള്ളാൻ, കാലുകൾ നർത്തന കലവികൾ കൊള്ളാൻ, അഴകിയ നാടൻ കവിതകൾ പാടിയിരിക്കും ചാരെ ഞാനും കയ്യിൽ വീണ പെണ്ണും. പുഞ്ചകൾ കൊയ്യും കാലം കറ്റമെതിച്ചു കിതയ്ക്കും, ഗ്രാമ പെൺകൊടിമാരുടെ കരളുകൾ തുള്ളാൻ, കാലുകൾ നർത്തന കലവികൾ കൊള്ളാൻ, അഴകിയ നാടൻ കവിതകൾ പാടിയിരിക്കും ചാരെ ഞാനും കയ്യിലെ വീണ പെണ്ണും. വരയും വർണ്ണങ്ങളുമാണ് ചിത്രരചന എങ്കിൽ, വരയും വർണ്ണങ്ങളുമാണ് ചിത്രരചനയുടെ മാധ്യമമെങ്കിൽ, വാക്കുകളാണ് കവിതയുടെ മാധ്യമം. കവിയുടെ ഭാഷ ശക്തമായ ആശയം ശക്തമായ ഭാഷയിലൂടെ അവതരിപ്പിക്കും കവി. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുമ്പോഴാണ് നമുക്ക് കവിത ഇഷ്ടപ്പെടുന്നത്. നോക്കൂ കുട്ടികളെ, ഇപ്പം മിസ് ചൊല്ലിയില്ലേ ഈ കവിത? പുഞ്ചകൾ കൊയ്യും കാലം കറ്റമെതിച്ചു കിതയ്ക്കും, ഗ്രാമ പെൺകൊടിമാരുടെ കരളുകൾ തുള്ളാൻ, കാലുകൾ നർത്തന കലവികൾ കൊള്ളാൻ, അഴകിയ നാടൻ കവിതകൾ പാടിയിരിക്കും ചാരെ ഞാനും കയ്യിലെ വീണ പെണ്ണും. വരയും വർണ്ണങ്ങളുമാണ് ചിത്രകാരന്റെ ഉപാധിയെങ്കിൽ, മാധ്യമമെങ്കിൽ, വാക്കുകളാണ് കവിയുടെ മാധ്യമം, ഭാഷ. നോക്കൂ, വാക്കുകളെ കൊണ്ട് നൃത്തം ചെയ്യിക്കുന്നവനാണ് കവി. വാക്കുകളെ കൊണ്ട് നൃത്തം ചെയ്യിക്കലാണ് കവിതയെങ്കിൽ, വൈലോപ്പള്ളി വാക്കുകളെ കൊണ്ട് നൃത്തം ചെയ്തിരിക്കുന്നു. അതിന് ഉദാഹരണം പറഞ്ഞതാണ് മിസ് കേട്ടോ. വൈലോപ്പള്ളി വാക്കുകൾ കൊണ്ട് നൃത്തം ചെയ്തിരിക്കുന്നു. അങ്ങനെ ഗ്രാമ പെൺകൊടിമാർ കറ്റമെതിക്കുമ്പോൾ അവരുടെ ബുദ്ധിമുട്ട് മറക്കാൻ അവർക്ക് വേണ്ടി നാടൻ പാട്ടുകൾ പാടിക്കൊണ്ട് പാടവരമ്പത്തിരുന്ന കവിയാണ് വൈലോപ്പള്ളി. സ്വയം പുള്ളുവനായി അടയാളപ്പെടുത്തിയ കവി. പ്രത്യേകിച്ച് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഒരു മുറുക്കാനോ കുറച്ച് നെല്ലോ കൊടുത്താൽ വളരെ സന്തോഷമായി. ദേ പറഞ്ഞ അടുത്ത ഡാൻസ്. എന്ത്? ഇനി വരുന്നതെല്ലാം വാക്കുകളെ കൊണ്ടുള്ള നൃത്തം ചെയ്യിക്കലാണ്. നോക്കി മക്കളെ, ഓണക്കാലത്തുണരും ഞാൻ തിരുവോണപ്പാട്ടുകളാണൻ പാട്ടുകൾ എൻ്റെ പാട്ട്. മലയാളിയുടെ ആഘോഷമാണ്, ഉത്സവമാണ് ഓണം. സ്വന്തം പാട്ട്, തൻ്റെ കവിത തിരുവോണപ്പാട്ടുകളാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഓണക്കാലത്തുണരും ഞാൻ തിരുവോണപ്പാട്ടുകളാണൻ പാട്ടുകൾ. ഇനി ചിങ്ങമാസം കുട്ടികളെ. പൊന്നിൻ ചിങ്ങം വന്നു പിറന്നു കരഞ്ഞു ചിരിച്ചു, പ്രകൃതിയിൽ മനുഷ്യ സ്വഭാവം, പ്രകൃതിയിൽ മനുഷ്യ സ്വഭാവം. പൊന്നിൻ ചിങ്ങം വന്നു പിറന്നു കരഞ്ഞു ചിരിച്ചു, കുടഞ്ഞോണത്തിൻ മധുരക്കറി മണിവായിൽ തേച്ചത് നൊട്ടി നുണച്ചു കളിക്കും. കളി കണ്ടോണത്തപ്പൻ പൂത്തറമേൽപ്പനയോല കുടയും ചൂടിയിരിക്കേ, മലയാളത്തറവാട്ടിൻ അങ്കണ വെൺമണലിങ്കലിരിപ്പൂ ഞാനൻ കയ്യിൽ ചാഞ്ഞു കിടപ്പൂ.
കൊഞ്ചലോടൻ പ്രിയ മകളാം വീണ പെണ്ണും. പൊന്നിൻ ചിങ്ങം വന്നു പിറന്നു കരഞ്ഞു. പെൻസിലെടുത്ത് വെച്ചേ. പ്രകൃതിയിൽ മനുഷ്യ സ്വഭാവം കൽപ്പിച്ചിരിക്കുന്നു. പൊന്നിൻ ചിങ്ങം, ചിങ്ങമാസം ഒരു ചെറിയ കുട്ടിയാട്ടോ, ഉണ്ടായേ ഉള്ളൂ ഇപ്പൊ. വന്നു പിറന്നു കരഞ്ഞു ചിരിച്ചു. ചെറിയ കുട്ടികൾ കരയും ചിരിക്കുകയും കരഞ്ഞു ചിരിച്ചു. എന്താ അത്? ചിങ്ങമാസത്തിൽ മഴയും വെയിലും, അതായത് മഴയുണ്ട്, മാനത്തിന്റെ കരച്ചിലാണ് മഴ. അതാണ് കവി എഴുതി വെച്ചേക്കണേ. കരഞ്ഞു ചിരിച്ചു. പിന്നെ നല്ല ഓണ വെയിലുണ്ട്. കരഞ്ഞു ചിരിച്ചു കുടഞ്ഞോണത്തിൻ മധുരയ്യട. എല്ലാ അഴകും കുടഞ്ഞിട്ടുകൊണ്ട് ഇതാ ഓണത്തിന്റെ പ്രഭാതം കടന്നു വന്നിരിക്കുന്നു. മധുരക്കറി മണിവായിൽ തേച്ചത്. ഓണത്തിന്റെ സദ്യയെ കുറിച്ചാണ്. മധുരക്കറി എല്ലാം ഉണ്ട്. കയ്പും മധുരം എരിവും പുളിയും എല്ലാം ഉണ്ട് സദ്യക്ക്. എല്ലാ സ്വാദും നിറഞ്ഞ സദ്യ. അതില് മധുരക്കറി. ഇത്രയും കാലം പട്ടിണി നടന്ന ജനമാണ്. ആ ജനം ഓണത്തിന് ആഘോഷത്തോടു കൂടി, സന്തോഷത്തോടു കൂടി, ആഹ്ലാദത്തോടു കൂടി ഓണസദ്യ ഉണ്ടതിന് ശേഷം മധുരക്കറി മണിവായിൽ തേച്ചത് നൊട്ടി നുണച്ചു. ആ മധുരക്കറി കഴിച്ച് പായസം കുടിച്ച് അതിന്റെ സ്വാദ് ഇങ്ങനെ നുണഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും? നൊട്ടി നുണച്ചു കളിക്കും കളി കണ്ടോണത്തപ്പൻ. അങ്ങനെ സദ്യയുണ്ട്. ഒരുമയോടുകൂടി എല്ലാവരും ഓണക്കളി പലതുണ്ട്. കളി കുമ്മാട്ടിക്കളി കാണിച്ചവർക്കുണ്ടല്ലോ. പല കളികളും കളിച്ചുകൊണ്ട് മലയാളി സന്തോഷിക്കുന്നത് കണ്ടുകൊണ്ട് ഓണത്തപ്പൻ എവിടെ ഇരിക്കുന്നു? കളി കണ്ടോണത്തപ്പൻ പൂത്തറമേൽ. അവിടെ പൂക്കളത്തിൽ ഓണത്തപ്പൻ ഇരുത്തേക്ക. പൂത്തറമേൽ പനയോലക്കുടയും ചൂടിയിരിക്കും. പനയോല കൊണ്ടുണ്ടാക്കിയ കൂട പണ്ടത്തെ കൃഷിക്കാർ ഉപയോഗിച്ചിരുന്ന ഈ ഇന്നത്തെ പോപ്പി കുടയൊക്കെ വരുന്നതിന് മുമ്പ് പനയോലക്കുടയും ചൂടിയിരിക്കേ. കവി എവിടെ ഇരിക്കുന്നു? ഓണത്തപ്പൻ എവിടെ ഇരിക്കുന്നു? പൂത്തറമേൽ. കവിക്ക് ഒരു സ്ഥാനം ഉണ്ടല്ലോ, കാരണം തിരുവോണപ്പാട്ട് കാണാൻ പാട്ടുകൾ. കവി എവിടെ ഇരിക്കുന്നു? മലയാളത്തറവാട്ടിനങ്കണ വെൺമണലിങ്കലിരിപ്പൂ. മലയാളത്തറവാടിന്റെ മുറ്റത്ത് നടുക്കോണത്തപ്പൻ. അവിടെ ഇരിക്കാനുള്ള യോഗ്യതയൊന്നും കവിക്കില്ല. കവി സ്വയം പറയാണ്, അത് കവിയുടെ എളിമയാണ്. കവി എവിടെ ഇരിക്കുന്നു? വെൺമണൽ, വെളുത്ത മണൽ വിരിച്ചേക്കുക. അവിടെ ഒരു മൂലയ്ക്ക് കവിയുണ്ട്. നോക്കി കുട്ടികളെ. മലയാളത്തറവാട്ടിൻ അങ്കണ വെൺമണലിങ്കലിരിപ്പൂ. ഞാനൻ കയ്യിൽ ചാഞ്ഞു കിടപ്പൂ കൊഞ്ചലോടൻ പ്രിയ മകളാം വീണ പെണ്ണും. എൻ്റെ കയ്യിൽ വീണയുണ്ട്. കവിയുടെ കവിതയാണ് പുള്ളുവന്റെ വീണയായി സങ്കല്പിച്ചിരിക്കുന്നത്. എൻ്റെ കയ്യിൽ വീണയുണ്ട്, ഞാനും എൻ്റെ വീണപ്പെടും, ഞാനും എൻ്റെ കവിതയും മലയാളത്തറവാടിൻ്റെ വെളുത്ത മണലിൽ ഒരു സൈഡിൽ ഒരു വശത്ത് ചാരി ഇരിക്കുന്നു. മനസ്സിലായോ? അതായത് മലയാളിയും മലയാളവും ഓണം ഉള്ളിടത്തോളം കാലം തൻ്റെ കവിതയും ജീവിക്കും. ആരെന്തൊക്കെ പഴി പറഞ്ഞാലും തനിക്ക് മലയാളത്തറവാടിൻ്റെ മുറ്റത്ത് മണലിൽ ഇരിക്കാനുള്ള യോഗ്യതയുണ്ട് എന്ന് ഇതിൽ എളിമയുണ്ട്. അതുപോലെ താൻ കവിയാണ്, മലയാള നാടിന്റെ കവിയാണ് എന്നുള്ള അടയാളപ്പെടുത്തലുമുണ്ട്. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന കുട്ടികളെ, താങ്ക് യു ചിൽഡ്രൻ. സീ യു അഗൈൻ.